എല്ലാം ഭ്രാന്തന്മാരാ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. ഹലോ, മൂവി വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ ഒരു കിടിലൻ വീട്ടിലാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു വീടാണിത്. അപ്പൊ ഈ വീട്ടിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് ഇന്ന് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മളുടെ ഓണർ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഗോപാൽ ചേട്ടന്റെ വീടാണിത്. ഗോപാൽ ചേട്ടൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആലപ്പുഴ റോസി എന്ന് പറഞ്ഞാലായിരിക്കും കൂടുതൽ പേർക്ക് അറിയാം. സോ നമുക്ക് ഒരുമിച്ച് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഹലോ. ഹലോ. How are you? Very well, very well. Okay, so ഞങ്ങളിപ്പോ മൂവി വേൾഡ് ടീം എല്ലാവരും വന്നിട്ട് ഇങ്ങനെ സത്യം പറഞ്ഞ സർപ്രൈസ്ഡ് ആയിട്ട് നോക്കി നിൽക്കായിരുന്നു. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു വെറൈറ്റി ഹോം ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് എനിക്ക് തോന്നുന്നത് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഫുൾ ഒന്ന് കവർ ചെയ്ത് പോവാം അല്ലേ? ഇവിടെ വന്നപ്പോ തന്നെ എന്റെ കണ്ണു പോയത് അങ്ങടാ. നമുക്ക് ആദ്യം ഒന്ന് അങ്ങോട്ട് ചെന്നാലോ? ഓക്കെ. ഇത് എത്ര നാളായി ചേട്ടാ നമ്മൾ ഈ വീട് ഫുള്ളി ഒന്ന്? വീട് ഇപ്പൊ 8 കൊല്ലം കഴിഞ്ഞു. ഈ കോഴിപ്പോണ്ട് ഇപ്പൊ 4 കൊല്ലമായിട്ടുള്ളൂ. കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ളൊരു ക്രിയേഷൻ ആയിരുന്നു. അന്നത്തെ ബോറടിയിൽ ഉണ്ടായ ഒരു സാധനമാണിത്. ഓക്കെ, കോവിഡിന്റെ ടൈമിൽ ബോർ അടിച്ചപ്പോ അങ്ങനെ ഒരു തോട്ട് വന്നതാണോ? ഇപ്പൊ കുറച്ചെണ്ണം ഞാൻ വാങ്ങിച്ച് ഇവിടെ ഇതിന്റെ അകത്ത് ഇട്ടിരുന്നു. ഇവിടെ ഒരു പോണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് വലുതായപ്പം ഞാൻ വെച്ചൊരെണ്ണം വലുത് ഉണ്ടാക്കാം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് സമയം കിട്ടിയപ്പോ ഇരുന്ന് കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് അങ്ങനെ ചെയ്തൊരു പോണ്ടാണിത്. ഓക്കെ, ആക്ച്വലി അപ്പൊ ഫിഷിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണോ? കൊച്ചിലെ മുതൽ ഇവിടെ പെറ്റ്സ് ഒരുപാടുണ്ട്. എനിക്ക് ഓർമ്മയുള്ള പോലെ മീനും പട്ടിയും എപ്പോഴും ഇവിടെ ഉണ്ട്. കിളികളും. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്തതാണ്. ആണല്ലേ? ഇവിടെ ശരിക്കും എത്ര ഫിഷ് ഉണ്ട്? ഇതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നൊരു 50 കോയി ഫിഷ് ഉണ്ടാവും. പിന്നെ ഒരു 3-4 ഗവറ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ, വളരെ കുറവാണ്. ഇപ്പം ഇത് 1 lakh ലിറ്റർ ഉണ്ട്. അപ്പം ശരിക്കും സ്പേഷ്യസ് ആണ്. ആ മീൻ അത്യാവശ്യം നന്നായിട്ട് പോകും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചെടിയാണ്. ഇതിന്റെ ഫിൽട്രേഷൻ ഫുൾ ബോഗ് ഫിൽട്രേഷൻ എന്ന് പറയും. അടിയിൽ കൂടെ 2-3 പൈപ്പ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ആ പൈപ്പ് അടിയിൽ നിന്ന് ഇങ്ങനെ ഡ്രെയിൻ ചെയ്തിട്ട് അത് തിരിച്ചു വന്ന് ഈ ചെടികളുടെ അടിയിൽ കൂടെയാണ് തിരിച്ച് ഫിൽട്രേഷൻ എല്ലാം വരുന്നത്. അപ്പൊ ഇതിൽ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേമ്പ് പോലെ നിൽക്കുന്ന ചെടി അത് എന്താ മാറാമ്പത് എങ്ങാണ്ടാ പറയുന്നത്. അത് ശരിക്കും അഴുക്ക് വലിച്ചെടുക്കാൻ ഭയങ്കര നല്ലൊരു ചെടിയാണ്. നമ്മൾ സാധാരണ പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ഹൈറ്റിലൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ അകത്ത് ഇത്രയും വലിപ്പം, ഇത് ഏതാണ്ട് ഒരു 12 അടി പൊക്കമുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മീനിന്റെ ആ അഴുക്കുകളെല്ലാം ആദ്യം അമോണിയാവും, നൈട്രേറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് വലിച്ചെടുത്തിട്ട് അങ്ങനെ ഒരു നാച്ചുറൽ നമ്മുടെ കുളത്തിന്റെയൊക്കെ ഒരു പ്രിൻസിപ്പിൾ പോലെ തന്നെ ആണിത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നി മെയിന്റനൻസ് എന്ന് പറയുന്നത് പകുതിയും ചെയ്യുന്നത് നേച്ചർ തന്നെയാണല്ലേ? ചെയ്യണം. നമ്മൾ എല്ലാം കൂടെ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മടുത്തു. ഏത് ഹോബിയാണെങ്കിലും അത് തനിയെ സസ്റ്റൈൻ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ സൂക്കേട്, ഇതിന്റെ പ്രശ്നം, ക്ലീനിങ്, അത് ഇത് എന്നൊക്കെ. അതെ, പക്ഷെ ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കുന്നു ഫുള്ളി നോക്കുമ്പോ തന്നെ. അത് കുറെ ആകെപ്പാട് ഗ്ലാസിന് മാത്രം ഉണ്ട് ഒരു പണി. ഗ്ലാസ് ഞങ്ങൾ ശരിക്കും ഐഡിയ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ എപ്പോഴും കോഴിപ്പോണ്ട് നമ്മൾ ജപ്പാനിലൊക്കെ കാണാം താഴത്തെ ലെവലിലാണ് നിൽക്കുന്നത്. എന്നിട്ട് മോളിൽ നിന്ന് ഇങ്ങനെയാണ് കാണുന്നത്. ഇവിടെ ഒരു ചെറിയൊരു സ്കൂള് പോലെയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒരിക്കലും പിള്ളേർ അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൊക്കി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ഒരു ഗ്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും. ഗ്ലാസ് അല്ല, അത് അക്രിലിക് ആണ്. അതുകൊണ്ടാണ് അത്രയും തിക്നെസ് ഉള്ളത്. പക്ഷെ അതാണ് അത് ചെയ്തത്. പക്ഷെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീനിന്റെ ഒക്കെ ആ സൈഡിൽ നിന്ന് കാണാൻ പറ്റുമ്പോഴത്തേക്കുള്ള ഒരു ഭംഗി ഭയങ്കര. എപ്പോഴും നമ്മൾ കോഴി മോളിൽ നിന്നാണ്, അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. പക്ഷെ വെള്ളം അനങ്ങുന്നതനുസരിച്ച് തന്നെ കാണാൻ ബുദ്ധിമുട്ട്. സൈഡിൽ നിന്ന് കാണുമ്പോൾ നമ്മുടെ അക്വേറിയത്തിൽ കാണുന്ന പോലെ നന്നായിട്ട് കാണാം. അതാണ് ഞാൻ കണ്ടപ്പോ തന്നെ ആദ്യം നോട്ടം വന്നത് ഇവിടേക്കാണ്. അതുപോലെ ഞാൻ ശ്രദ്ധിച്ചത് ആക്ച്വലി ഇത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പോണ്ടാണ്. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് മീനുകൾ ഉണ്ടെങ്കിലും ആ ഏരിയയിലാണ് കൂടുതൽ ഫിഷ് ഉള്ളത്. അതെന്താ അങ്ങനെ? സ്നേഹം അതല്ല, ശരിക്കും ഞങ്ങൾ അതിലെ ഫീഡ് ചെയ്യുന്ന കൂടുതൽ. അപ്പം അത് കാരണം അവിടെ വരുന്നു, അതാണെന്ന് തോന്നുന്നു. പിന്നെ ഇല്ലാത്ത ടൈമിലാണെങ്കിലും മീൻ വന്നിങ്ങനെ ആളുകളെ കാണാൻ ഒരു പൊതുവെ താല്പര്യമുണ്ട്. നമ്മളിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ ആ മീൻ എല്ലാം കൂടി ഇവിടെ വരുന്ന കാണാൻ പറ്റും. ആണല്ലേ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇവിടെ വന്നാൽ കാണാൻ പറ്റുമെന്ന്. ഗൈസ്,
could you please come here? അതേ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇനി എല്ലാരും പറയും എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തോണ്ടാണ്. അതേ വരാൻ തുടങ്ങിയണ്ട, ലൈനായിട്ട് ഇങ്ങോട്ട് പോരാൻ തുടങ്ങി. ഓ അയ്യോ, ഇത് സീരിയസ്ലി പറഞ്ഞതാണ്, ശരിക്കും പറഞ്ഞതാണ്. ഓ, ഞാൻ വിചാരിച്ചത് നമ്മൾ ഫീഡ് ചെയ്യുന്ന കൂടുതൽ ആ ഏരിയയിൽ ആയതുകൊണ്ടായിരിക്കും എല്ലാവരും അങ്ങനെ വരുന്നത്. ആക്ച്വലി അങ്ങനെ അല്ല. ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് നീന്താൻ ഇറങ്ങും, അപ്പോഴും ഭയങ്കര രസമാണ്. നമുക്ക് സ്നോക്കിൽ വെച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കമന്ന് കിടക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മീൻ അടുത്ത് വരും, ഇടയ്ക്ക് തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വരികയൊക്കെ ചെയ്യും കേട്ടോ. എപ്പോഴൊന്നും ഇല്ല, അതിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും. അപ്പൊ ഇത് മൊത്തത്തിൽ ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ശരിക്കും ഒരു എത്ര കോസ്റ്റ് ആയിട്ടുണ്ടാവും? കോസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തു, സ്വന്തമായിട്ട് പണിക്കാരെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ട് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി എന്ന് പറയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ആദ്യം റിസർച്ച് ചെയ്തപ്പോഴത്തേക്ക് UK-ലും US-ലും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അവിടെ $200,000 ആണ്. ഏതാണ്ട് 2 കോടിയുടെ അടുത്ത് രൂപയൊക്കെയാണ് അവിടെ ആകുന്നത്. ബട്ട് അവിടുത്തെ എംപ്ലോയീസിനൊക്കെ എക്സ്പെൻസീവ് ആണല്ലോ. അപ്പൊ നമ്മുടെ ഇവിടെ പതുക്കെ ചെയ്യാം, വീട് പണിതുപോലെ തന്നെ പതുക്കെ ചെയ്യാന്ന് പറയാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ചെയ്തു. അന്ന് കോവിഡ് ആയതുകൊണ്ട് വർക്കേഴ്സ് ഇഷ്ടം പോലെ അവൈലബിൾ, ആരെ വിളിച്ചാലും എപ്പോൾ വരുന്നുണ്ട്, അവർക്കും കുറച്ച് ഗുണമുണ്ട്. അങ്ങനെ ഇതെല്ലാം ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വന്ന ഒരു ടോട്ടൽ കോസ്റ്റ് ഒരു 15 lakhs-ന്റെ അടുത്താണ് വന്നത് ഇതിന്റെ. അപ്പൊ ഇത് 1 lakh ലിറ്റർ ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അടിയിൽ ബോട്ടം ട്രെയിൻ ഉണ്ട്, അങ്ങനത്തെ ഫിൽട്രേഷൻ ഉണ്ട്. ആ സൈഡിൽ കാണുന്ന ആ ബോളില്ലേ, അത് ശരിക്കും ഒരടി ഇങ്ങോട്ട് കയറി നിൽക്കുകയാണ്. അല്ല, ഒരടി അല്ല, 1 മീറ്റർ ഇങ്ങോട്ട് കയറി നിൽക്കുക. അപ്പൊ അതിന്റെ അടിയിൽ പോയി മീൻ ഒളിക്കാനുള്ള സ്ഥലമുണ്ട്. അതിന്റെ അടിയിൽ നിന്നാണ് എയറൊക്കെ വരുന്നത്. അതിന്റെ മുകളിൽ വേറെ ഫിൽട്രേഷൻ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് വെക്കുന്ന മോട്ടേഴ്സ് ഉണ്ട്. അത് മോട്ടർ ചുമ്മാ ഈ സർക്കുലേഷന് വേണ്ടി മാത്രമേ ഉള്ളൂ, ബാക്കി ചെടിയാണ് ചെയ്യുന്ന പണി. എങ്കിലും അങ്ങനെ കുറെ സംഭവമൊക്കെ ഉണ്ട്. മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട് ഇൻ കേസ് ആണ്. അതാണ് ആ ചെടിയെല്ലാം നിൽക്കുന്നത്. അപ്പം ടൈമറിലാണ് മൊത്തം ഇവിടുത്തെ സാധനം വർക്ക് ചെയ്യുന്നത്. ഈ എയർ ആണേലും 2 സൈഡിലും നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോ ഇത് ആക്ച്വലി ചേട്ടന്റെ ഒരു ഐഡിയ കാരണം കൊണ്ട് ഇങ്ങനെ എടുത്തോണ്ട് പകുതി എഫേർട്ട് അങ്ങനെ ഡിസൈനിങ് ബാക്കി ഇതും നമ്മുടെ ഇവിടെ ആയതുകൊണ്ട് കോസ്റ്റും കുറവാണ്. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ നിക്കണം. അപ്പൊ ചേട്ടൻ ഇവിടെ സ്വിം ചെയ്യാറുണ്ട്? ഇടയ്ക്ക് നീന്തും. അല്ല, മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞ് ഇറങ്ങും. ഇപ്പൊ ആ ചെടിയുടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണല്ലോ, ഇതൊക്കെ പറിക്കാനാണല്ലോ, ആ ഭാഗത്തോട്ടൊക്കെ ആക്സസ് കുറവാണ്. അപ്പൊ എന്തായാലും ഇറങ്ങണം. രസമാണ് അല്ലേ, ഇവിടെ തന്നെ നിൽക്കുമ്പോ തന്നെ ആ ഒരു രസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ നമ്മൾ പറഞ്ഞപ്പോ ഒരു സ്കൂളിന്റെ കാര്യം പറഞ്ഞു, ഇതാണോ സ്കൂള്? ഇത് പണ്ട് അച്ഛനും അമ്മയും തുടങ്ങിയ സ്കൂളാണ്. അപ്പം അച്ഛനൊരു എഞ്ചിനീയറാ. അപ്പൊ അന്ന് അമ്മ പണിയില്ലാതിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ സ്കൂളിലോട്ടായ ടൈമിൽ ഇതുപോലെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നഴ്സറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാ. അപ്പൊ ഇപ്പൊ 44 കൊല്ലമായിട്ട് അത് റൺ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എക്സ്പാൻഡ് ചെയ്ത് വീടിന്റെ ചുറ്റും സ്കൂളായി. വീടിന് സ്ഥലമില്ലാതെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ ഒരു സ്ഥലം എടുത്തു. അവിടെ ഇപ്പൊ സ്കൂളുണ്ട്, അങ്ങോട്ട് മാറ്റി. ഇപ്പൊ ഇവിടെ ഇപ്പം നഴ്സറി മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് എക്സ്പാൻഡ് ചെയ്ത് കോമളപുരത്ത് ഒരു സ്ഥലത്തില്, അവിടെ ഒരു 5 ഏക്കർ സ്ഥലത്തിൽ ഒരു സ്കൂളും കൂടെ നടത്തുന്നത്. അപ്പൊ ഇവിടെ എത്ര കുട്ടികളുണ്ട് ഇപ്പൊ? എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഇപ്പൊ മൊത്തം ഏതാണ്ട് 600 സ്റ്റുഡൻസ് ആണ് എല്ലാ സ്കൂളിലും കൂടെ ഉള്ളത്. ഇവിടെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് കൂടി നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്ഥലത്തിനൊരു ഇച്ചിരി പരിമിതി ഉള്ളതുകൊണ്ട് ആണ് അവിടുത്തെ സ്ഥലം എടുത്തിട്ട് ചെയ്തത്. അപ്പൊ ഇവിടുന്ന് പിള്ളേരെ അങ്ങോട്ട് ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട് കളിക്കാനൊക്കെ ആയിട്ട്. സ്പോർട്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അച്ഛൻ പണ്ട് മുതലേ സ്കൂളിൽ ഒരു ഇത് ചെയ്തിരുന്നത്. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ കുട്ടികള് അല്ലെ, നേച്ചർ, ഫിഷ് എല്ലാം ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലേ? എപ്പോഴും ഈ ഹോളിഡേയ്സിൽ വരുമ്പോഴാണ് ഒരു അനക്കമില്ലാതെ തോന്നുന്നത് വല്ലപ്പോഴും. അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും ഇങ്ങനെ ആളും അനക്കമാണ്. പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മൾ എല്ലാ മരത്തിന്റെ ഫ്രണ്ടിലാണെങ്കിലും എല്ലാത്തിലും ആണെങ്കിലും പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ടില്ലേ, കാര അല്ലെ? ഇതെന്താ ഇങ്ങനെ എല്ലാത്തിലും? എനിക്ക് തോന്നുന്നു മരത്തിൽ മാത്രമല്ല, നമ്മുടെ ഫിഷിന്റെ ഫ്രണ്ടിലാണെങ്കിലും പേര് എഴുതി വെച്ചിലേക്ക്. എന്താണ് ശരിക്കും ഈ പേര് എഴുതി വെച്ചത്? ഇതൊരു സ്കൂളല്ലേ, അപ്പോഴത്തേക്ക് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ നമ്മൾ സാധനം കണ്ടുപഠിക്കും, വിഷ്വലായിട്ട് പഠിക്കുമ്പോഴത്തേക്ക് അത് എപ്പോഴും ഓർത്തിരിക്കും. ഇപ്പൊ കാരക്ക നമ്മൾ കൊച്ചില് കഴിക്കുമ്പോഴത്തേക്ക് കാരക്ക അറിയാം, പക്ഷെ അതിന്റെ മരം അറിയത്തില്ല. ഇപ്പോഴത്തേക്ക് ഈ കാരക്ക ഇവിടെ കണ്ടു കഴിയുമ്പോൾ പിന്നെ അവർക്ക് അത് എപ്പോഴും റീകളക്ട് ചെയ്യാൻ പറ്റും. അച്ഛൻ ഈ മരത്തിനോട് ഭയങ്കര ഇതാണ്. അതുകൊണ്ട് വീട് വെച്ചപ്പോൾ പോലും മരമൊന്നും വെട്ടാതാണ് വീടൊക്കെ വെച്ചത്, നമ്മുടെ മാക്സിമം വെട്ടാതെ. അപ്പോൾ വീടെങ്ങനെ ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുന്നതിൻ്റെ കാരണം അതാണ്, ഇടയ്ക്കൊരു മരം നിൽക്കുന്നതിൻ്റെയൊക്കെയാണ്. അതുപോലെ തന്നെ മറ്റേ സ്കൂളിലാണെങ്കിൽ 100ഓളം മരങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാ മരത്തിലും ഇതുപോലെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആണ്. അപ്പൊ അതാണ് കുട്ടികൾക്ക് കാണുമ്പോ അതും കൂടി ഒന്ന് പഠിക്കാൻ വേണ്ടിട്ട്, അതും ഒരു ഐഡിയോളജിയാണ് അല്ലെ? കറക്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു വിഷ്വലൈസേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പിന്നെ ഓർക്കുമ്പോ ഓക്കെ നൈസ്. ഇനി നമുക്ക് എന്നാ അകത്തേക്ക് പോയാലോ? നമ്മള് വീടിന്റെ ഫ്രണ്ടിലേക്ക് കേറുമ്പോ ആണെങ്കിലും
ഇവിടെ നമ്മൾ ഈ നേച്ചറിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഒരു വുഡൻ ബെഞ്ചസ് അല്ലേ, അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം വീടിന്റെ ബാക്കി വന്നതെല്ലാം കൂടെ എടുത്തിട്ട് നമ്മളിങ്ങനെ ആക്കിയതാണ് ഇത്. ശരി, ഇത് നമ്മുടെ ബൈക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു ടാങ്ക് ആയിരുന്നു ഞങ്ങളുടെ, ഇതായിരുന്നു മെയിൻ ടാങ്ക്. അപ്പൊ ഒരു വെള്ളച്ചാട്ടവും ഇതിന്റെ ഇതുമായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാം, ഫുൾ ചെടി വെച്ചിട്ട് നല്ല രസമായിരുന്നു. ഇപ്പൊ ഒരു പുതിയ ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങിച്ചു ബ്ലാക്ക് കളറിൽ. അവന്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു ചട്ടി എടുക്കുക, അവിടെ ഇവിടെയും കൊണ്ടുവയ്ക്കുക, ചെടി പറിച്ച് കളയുക. അതുകൊണ്ട് ചെടി കംപ്ലീറ്റ് മാറ്റി വെള്ളം ഇത്തിരി താത്തിയെന്ന് വെച്ചാൽ ഇവിടെ വെള്ളം പൊങ്ങി നിൽക്കുമ്പോൾ ഇവൻ ഈ വെള്ളത്തിൽ കൂടെ ഓടല് തന്നെ ഓടല്, മൊത്തം വെള്ളം. പിന്നെ അതിനെ തല്ലിയിട്ട് കാര്യമില്ല, കുഞ്ഞല്ലേ. പിന്നെ അത് അതിൻ്റെ ഇതാകട്ടെ, കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ വിൽ ബി ഓക്കെ. അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ തിരിച്ചു കൊണ്ടുവരാം. എല്ലാത്തിനും അതിന്റെ ടൈം കൊടുക്കുക, പതുക്കെ പതുക്കെ ശരിയാവും. എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ, ഉള്ളത്. ഓക്കെ, അതെ, അത് കറക്റ്റ് ആണ്. അപ്പൊ ഇതും നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തതല്ല, ബാക്കി വന്ന വുഡ് വെച്ചിട്ട് ഇത് അഡീഷണൽ വന്നത്. ആദ്യം ഇത് ഫുൾ ഗ്ലാസ് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ പുറത്തുകൂടെ നടക്കാം, വേറെ അപ്പം എന്നിട്ട് ഫുൾ വെള്ളം നിറച്ചിട്ട് ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഇതിന്റെ പുറത്തുകൂടെ നടക്കുക, ആളുകൾ തിരിച്ചു വരിക, പിന്നെ അതുപോലെ തന്നെ നേരെ വരുന്നു, അവിടെയും വെള്ളം കിടക്കുന്നു, നടക്കുന്നു, പൂളിൽ വീഴുന്നു. അതുകൊണ്ട് ഗ്ലാസ് ഇവിടുന്ന് മാറ്റി, വെറുതെ തെറിയേക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അടിപൊളി അടിപൊളി. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ചേട്ടൻ ബൈക്ക് റേസ് ഉള്ള ഒരാളാണ്, അപ്പൊ അതുകൊണ്ടാണല്ലേ ഇത് വെച്ചിരിക്കുന്നത്. ബൈക്ക് കയറ്റാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് അകത്ത് പോകുമ്പോ അറിയാൻ പറ്റും എന്താണ് ഞാനിപ്പോ പറഞ്ഞതിന്റെ ഒരു ഐഡിയ എന്നല്ലേ. അപ്പൊ ഇതാണ് നമ്മൾ കേറി വരുമ്പോ തന്നെയുള്ള വ്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ തന്നെ ബൈക്ക് ഉണ്ട്. ഇതാണ് ചേട്ടന്റെ ഫേവറേറ്റ് ബൈക്ക്? എല്ലാം ഫേവറേറ്റ് ആണ്. ബൈക്ക് ഇസ് ബൈക്ക്, ഏതാണെങ്കിലും ഇഷ്ടമാണ്. ഓക്കെ, ബൈക്കിന്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു അക്വേറിയം കാണാം. ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് ഒരു മറൈൻ അക്വേറിയം ആണ്. അപ്പം കടലിലെ വെള്ളം കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്തതാണ്. ഇതിപ്പം 8 കൊല്ലമായിട്ട് റീസെറ്റ് ചെയ്യാത്ത ടാങ്കാണ്. എന്ന് വെച്ചാൽ അന്നിട്ട മീനുകളാണ് ഇപ്പോഴും ഉള്ളതൊക്കെ കുറേയൊക്കെ. 8 years ആയിട്ട്. അപ്പം നമ്മൾ ഒരിക്കലും അത് പറ്റിക്കത്തില്ല, ഒന്നും ചെയ്യില്ല, ശല്യം ചെയ്യത്തില്ല. വെള്ളം കുറച്ച് മാറ്റി കൊടുക്കുന്നുള്ളൂ, ഒരു 15% 10% ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും. അതും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തോട്ടപ്പള്ളിയിൽ ഒരു ഹാച്ചറി ഉണ്ട്, അവിടുന്ന് പോയിട്ട് ടാങ്കറിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ സ്റ്റോറേജ് ഉണ്ട്, അതിൽ സേവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മാറ്റി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഫീഡ് ചെയ്യുന്നൊക്കെ എങ്ങനെ? ആക്ച്വലി ഫീഡ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഒരു കുക്ക് പോലെയാണ്. ഞാൻ ഇത് ശരിക്കുള്ള പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ആൽഗെ പിടിക്കുന്ന ഒരുപാട് കൂടുതൽ, പായൽ പിടിക്കുന്നത് ഒരുപാട് കൂടുതൽ. അപ്പം ഞാൻ ഈ ചെമ്മീനും കൂന്തലും പിന്നെ സ്പൈറലീന എന്ന് പറഞ്ഞിട്ടൊരു പൊടിയൊക്കെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു സ്വന്തം റെസിപ്പി ഉണ്ടാക്കി മറ്റേ ട്രെയിൽ ഫ്രീസ് ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് അതെടുത്ത് ഓരോ ക്യൂബ്സ് ആയിട്ട് കൊടുക്കും. അതാകുമ്പോഴത്തേക്ക് ഇത് കുറവാ, ഭയങ്കര ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇത് എങ്ങനെയാണ് ഈ റെസിപ്പിയിലേക്ക് ഇതൊക്കെ വർക്ക് ആവുന്നുള്ളത് എങ്ങനെ അറിയുന്നേ? ഇത് നിങ്ങളെപ്പോലെ തന്നെ ആൾക്കാർ യൂട്യൂബിൽ കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട് പണ്ട് കാലത്ത്. അതൊക്കെ വെച്ചിട്ട് പലതും നമ്മൾ കാണുക, അതിൽ നിന്ന് കൊള്ളാവുന്ന നോക്കി എടുക്കുക, അത് പഠിക്കുക. എല്ലാം കാണുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം വേണ്ടേ, പഠിക്കണ്ടേ എന്തെങ്കിലും. ഓക്കെ, അടിപൊളി. ഇപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നേ ഒന്ന് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോ വീഴാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടില് നമ്മൾ കയറി വരുമ്പോ തന്നെ ഒരു പൂള് കാണുന്നത്. ആക്ച്വലി ഇത് ഈ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്? ഇത് ശരിക്കും നിങ്ങൾ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മുകളിൽ ഈ ക്രീപ്പേഴ്സ് ഇങ്ങനെ വളർന്ന് കിടക്കുന്നത്. ഞാൻ പണ്ടൊരു പ്രാവശ്യം കംബോഡിയയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പൂള് കണ്ടു, അതിന്റെ സൈഡിൽ ഒരു മരമായിട്ട്. ആദ്യമായിട്ടാണ് ഒരു പൂളിന്റെ സൈഡിൽ മരം കാണുന്നത്. എന്നുവെച്ചാൽ അതിന്റെ കൂടെ ഒരാൾ മിക്കവാറും നിൽപ്പുണ്ട്, എന്നുവെച്ചാൽ ചാമ്പയ്ക്ക വീഴുമ്പോൾ കൊരി മാറ്റാനായിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പക്ഷെ അവിടെ പോയി നിൽക്കുമ്പോൾ ഉള്ളൊരു ഫീല് ഭയങ്കര രസമാണ്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇത് വെച്ചത്. ഓവൽ ഷേപ്പ് ഞാൻ വേറൊരു ഹോട്ടലിൽ കണ്ടൊരു ഷേപ്പാണ്. ഈ ക്രീപ്പേഴ്സും ഇതുപോലെ തന്നെ ഏതോ ഒരു ഷോപ്പിംഗ് മോളിൽ, ഒന്ന് തായ്ലൻഡ് ആയിരുന്നു എവിടെയായിരുന്നു ഓർമ്മയില്ല, അന്ന് കണ്ടതാണ് ഇങ്ങനെ ക്രീപ്പേഴ്സ് ഒക്കെ വളർത്തി. അപ്പൊ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊരു ഡിസൈൻ പോലെ ആക്കി എടുത്തതാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇല വീഴുമ്പോഴത്തേക്ക് അതിവിടെ വീണ് കിടക്കും. അപ്പൊ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്കൊരു ടൈമർ വെച്ച് മോട്ടറുണ്ട്, അതിങ്ങനെ പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് പുറത്തോട്ട് വന്ന് അതിൽ പുറത്ത് കിടന്നുള്ളൂ, നമുക്ക് കോരി കളഞ്ഞാൽ മതി. അപ്പൊ അതുമൊക്കെ മെയിൻ്റനൻസ് കുറയാൻ വേണ്ടിയിട്ട് പല പല പരിപാടി ചെയ്തിട്ടുണ്ട്. എങ്കിലും കുറച്ച് പണിയൊക്കെ ഉണ്ട്. എന്നാലും അതിന്റെ രസം വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. അതെ, അപ്പൊ ഇതിൽ എത്ര ആഴ്ച അധികം ഇല്ല. ഇത് ഒരു 4.5 feet, അവിടെ 3 feet ഉള്ളൂ.
അങ്ങനെ അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഈ പൂളിൽ ഇറങ്ങാൻ ടൈമിംഗ് ഒക്കെ ഉണ്ടോ? നിങ്ങൾ എല്ലാവരും ഇറങ്ങാറുണ്ടോ? എങ്ങനെയാണ്? വല്ലപ്പോഴും എല്ലാരും കൂടെ ചിലപ്പോൾ ഫാമിലി ആയിട്ട് ഇറങ്ങും, അത്രേ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും ഇതിൽ അറിയാതെ വീണിട്ടുണ്ടോ? വീണിട്ടുണ്ട്. അതെങ്ങനെയാണ് വീണത്? അത് ഇതുപോലെ ആ ഗ്ലാസ് ഉണ്ടായിരുന്നപ്പോഴത്തേക്കാണ് മെയിൻ പ്രശ്നം പറ്റിയത്. അവിടെ ഗ്ലാസ്സിൽ നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ ഞങ്ങൾ ആ ടൈമിൽ അവിടെ തന്നെ നിന്നുപോയി. അപ്പൊ ഇങ്ങനെ വന്ന് ചെടിയൊക്കെ നോക്കി ഇങ്ങനെ വന്ന് നേരെ വെള്ളത്തിലോട്ട് പോയി. പിന്നെ വലിയ ആഴമില്ലാത്തോണ്ട് കുഴപ്പമില്ല. അതെ, ഓക്കെ. അപ്പൊ ആക്ച്വലി അപ്പൊ നമ്മള് വീട് പണിതപ്പോ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, നമ്മള് പിന്നെ ഇല്ല ഈ ഇതല്ലായിരുന്നു, ഞങ്ങളുടെ കുടുംബ വീടായത്. ഓൾമോസ്റ്റ് 100 years ആയിട്ട് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. അത് മറ്റേ ഒക്ടോപ്പസ് പോലെ അങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് നീട്ടി, വീടിൻ്റെ അകത്ത് ലൈറ്റും ഇല്ല, ഫുൾ ചെതലും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കാരണം അത് ഒന്ന് റിനോവേറ്റ് ചെയ്യാന്നും പറഞ്ഞ് തുടങ്ങാൻ പോയതാണ്. പിന്നെ അത് പൊളിച്ച് ഇങ്ങനെ ആക്കി. പിള്ളേരാണ് പറഞ്ഞത് ഒരു പൂള് വേണം. അന്ന് ഞാൻ ഇതുപോലെ ഡൈവിങ്ങിന് പോകുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു, തായ്ലാൻഡ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അപ്പൊ അവിടെ മിക്കവാറും ഇത് പോയി അന്ന് കൊച്ചായിരുന്നു പിള്ളേർ, 5 വയസ്സ് 3 വയസ്സേ ഉള്ളൂ. അപ്പൊ അവര് പറഞ്ഞു എന്നാ പിന്നെ അച്ഛ ഒരു പടമൊക്കെ വരച്ചിട്ട് വന്നു, വീട് അതിന്റെ സൈഡിലൊരു പൂള്. സൈഡിലാക്കിയില്ല, അകത്താക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലാക്കി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പോയി വീണ് കഴിഞ്ഞാൽ നമ്മൾ കാണില്ല, വല്ലതും പറ്റി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവിടെ ആകുമ്പോഴത്തേക്ക് എവിടെ നിന്നാണേലും ആൾ നോട്ടം ഉണ്ടാവും. അടുക്കളയിൽ നിന്നാണേലും നമ്മുടെ ബെഡ്റൂമിൽ നിന്നാണെങ്കിലും ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലും മുകളിലുണ്ടെങ്കിലും എല്ലാം നോട്ടം കിട്ടും. അത് കാരണം ഇതാക്കി. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയി. ആള് വീണാലും നമുക്ക് ഉടനെ അറിയാൻ പറ്റും, നമുക്ക് ചെയ്യാൻ. പിന്നെ പിള്ളേരുടെ ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണം. പിന്നെ ഇതായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വന്നാലും വാസ്തുപ്രകാരം ഞാൻ പറഞ്ഞു പ്ലീസ് മിണ്ടരുത് വാസ്തു എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ജീവിച്ചാൽ നമുക്കറിയാം ഇതിലേ കാറ്റ് വന്ന് അതിലേ പോകും. അപ്പൊ അവര് പറയും 2 സൈഡിലും പാസേജ് വേണം, അതുകൊണ്ട് ഇതുണ്ട്, ലൈറ്റ് വേണം, അതിന് ഇവിടെ ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വെള്ളം വരുന്നതൊക്കെ ഡേഞ്ചറാണ്, പ്രശ്നമാണ്. മെയിൻ ഡേഞ്ചർ എന്താ, ആരിലും വീണ് കഴിഞ്ഞാൽ മുങ്ങിപ്പോവാന്നുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്തു, അടുത്തുള്ള എല്ലാ പിള്ളേരെയും നീന്തൽ പഠിപ്പിച്ചു. അതോടെ പ്രശ്നം തീർന്നു. അടുത്തുള്ള എല്ലാവരും നമ്മൾ ഇതിൽ തന്നെയാണ് നീന്തൽ പഠിപ്പിച്ചത്. ആദ്യം തന്നെ ഫസ്റ്റ് ഇത് തുടങ്ങി 1 മാസത്തിനകം തന്നെ അടുത്ത എല്ലാ വീട്ടിലെയും പിള്ളേരെ നമ്മൾ നീന്തൽ പഠിപ്പിച്ചു. ഓക്കെ ആണല്ലേ. പക്ഷെ ഞാൻ നേരത്തെ ചോദിക്കാനിരിക്കായിരുന്നു, ലൈക്ക് ഇങ്ങനെ നമ്മൾ ഇത്രയും വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഓരോ ഫീച്ചേഴ്സ് ചെയ്യുമ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ ആളുകൾ പറയുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് പ്രശ്നമല്ല അല്ലേ? ഒരുപാട് കേൾക്കാൻ പോയാൽ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് വേണമെന്ന് നോക്കുക. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് ചെയ്യാം. അതെ, അപ്പൊ ഇവിടെ വേറൊരു അടിപൊളി ബൈക്ക് ഉണ്ട്. ഇത് ഏതാ മോഡല്? ഇത് ഡുക്കാറ്റി പാനഗാലെ 959 എന്ന് പറഞ്ഞ മോഡല് 2017 വാങ്ങിച്ചൊരു ബൈക്കാണ്. ഇത് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരുപാട്. ഇതിലാണ് ഞാൻ ഇവിടുന്ന് ഓടിച്ചു നേപ്പാൾ ഭൂട്ടാൻ ബോർഡറിലൊക്കെ പോയി തവാങ്ങിന്റെ അവിടെയൊക്കെ പോയിട്ട് വന്നതാണ്. ഓൾമോസ്റ്റ് ഇന്ത്യ ഫുൾ കവർ ചെയ്ത് ഇതിലാണ്. ട്രാക്കിൽ പോയിട്ടുണ്ട്, ഇതിൽ ബുദ്ധിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ ബുദ്ധ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ മോട്ടോ GP ഒക്കെ നടക്കുന്ന അവിടെ പോയിട്ടുണ്ട് ഇതുമായിട്ട്. ഓ നൈസ്, നല്ല ബൈക്കാണ്. നല്ല ബൈക്കാണ്. ഈ ബൈക്ക് പ്രേക്ഷകരുടെ അടുത്ത് ഇതിന്റെ എക്സ്പെൻസ് പറയാൻ പറ്റുമോ നമുക്ക്? ഇത് കുഴപ്പമില്ല, അവർക്ക് ഗൂഗിൾ ചെയ്ത് അറിയാവുന്നതല്ലേ ഉള്ളൂ. ഇത് അന്ന് എനിക്ക് വന്നത് 18 lakhs ആയിരുന്നു ഓൺ റോഡ്. ഓക്കെ. അപ്പം ഇത് ഞാൻ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് 150 horse പവറും അത് 214 horse പവറാണ്. അതുള്ള സ്ഥിതിക്ക് ഇത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട കാര്യമില്ല. പിന്നെ ഒറ്റ കാരണത്തെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് 2 സീറ്റ് ഉണ്ട്, മറ്റേന് 1 സീറ്റേ ഉള്ളൂ. അപ്പൊ പിള്ളേർ എപ്പോഴെങ്കിലും പറയും ഒന്ന് പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത് വന്നത്. അതുപോലെ ഈ വീട്ടിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇത് ഫുൾ ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പൂളുണ്ട്, മിറർ ഉണ്ട്, ലൈക്ക് മൊത്തത്തിൽ ഒരു ഓവൽ ഷേപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലൈക്ക് അത് നമ്മളുടെ ഐഡിയ വെച്ച് വന്നതാണോ അതോ അതിന്റെ ഒരു ഐഡിയ എങ്ങനെയാണ്? ആക്ച്വലി പൂള് ഓവൽ ആക്കാന്ന് വെച്ചു. സ്ക്വയർ ആക്കുമ്പോഴത്തേക്ക് റെക്ടാംഗിൾ ആക്കുമ്പോൾ കുറച്ചുകൂടെ സ്പേസ് പോവും. ഇതാകുമ്പോൾ ഇങ്ങനെ ആക്കാലോ എന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പൊ തന്നെ നമ്മുടെ ആർക്കിടെക്ട് വന്ന് പറഞ്ഞു ഞങ്ങളുടെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പെൻസ് ഒരുപാട് കൂടും. സത്യമായിരുന്നു പിന്നെ മനസ്സിലായി. ഓരോ സ്ഥലത്തും ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പെൻസ്. ആ ഗ്ലാസ് ഒക്കെ കർവ് ചെയ്ത് ചെയ്യാനായിട്ട് മറ്റേതിന്റെ ഒരു 2 times എങ്കിലും എക്സ്പെൻസ് വരും. അങ്ങനെ ഉണ്ട്. ബട്ട് സ്റ്റിൽ വെറുതെ എല്ലാം പെട്ടി കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലല്ലോ, എന്തായാലും ഒരു ഇത് വേണ്ടേ, അങ്ങനെ ചെയ്തതാ. ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ ഇത് ചെയ്തു, മിറർ ചെയ്തു. അപ്പൊ ഡോറിലും അതുപോലെ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി. ഈ ഡോറിലും എല്ലാ ഡോറിന്റെയും അത് നമ്മൾ അങ്ങനെ ആക്കാൻ റീസൺ ഇത് കാരണം കൊണ്ടാണ്. അപ്പൊ ഒരു മാച്ചിങ് ആയിട്ടിരിക്കട്ടെ, മാച്ചിങ് ആയിട്ടിരിക്കട്ടെ. ഇപ്പൊ നമ്മൾ എന്തായാലും ഇത് സെപ്പറേറ്റ് ചെയ്തതാണല്ലോ. ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ഒരു എക്സ്പെൻസ് എന്തായാലും കൂടുതലായിട്ടുള്ളൂ. ഇപ്പൊ ഈ ഒരു പൂളിന്റെ മാത്രമായിട്ടുള്ള അവിടുന്ന് ആ ഭാഗത്ത് കാണുന്ന കംപ്ലീറ്റ് പുതിയതായിട്ട് പണിതതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് മോളിലേക്ക് കൂടെ ഒന്ന് പോയാലോ? മുകളിലേക്ക് ഇവിടെ ഇപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ ഈ 2 സ്റ്റെയർ കേസും ഉണ്ട് അല്ലേ?
2 സ്റ്റെയർ കേസിലേക്ക് എവിടേക്ക് വന്നാലും ഇവിടെ തന്നെ വന്ന് നിൽക്കാൻ വേണ്ടിട്ട് ഒരു പൈപ്പൊക്കെ കടിച്ചു പിടിച്ച് ഇങ്ങനെ മറ്റേ ഇങ്ങനെ പോലെ നിൽക്കാന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു അന്ന് തന്നെ മുതലെ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ. പക്ഷെ എന്നാലും 2 സ്റ്റെയർ കേസും അതൊരു ഭംഗിക്ക് വേണ്ടി ഭംഗിക്ക് ഒരെണ്ണമായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ഓക്കെ ഇങ്ങനെ നോക്കിയിട്ടും ശരിയാകുന്നില്ല. അപ്പൊ പിന്നെ ഒരു ഭംഗി എന്തേലും ഇരിക്കട്ടെ, ഓവലാക്കിയത് കൊണ്ട് പിന്നെ അതെ പ്രത്യേകിച്ച് ഓവലാക്കി എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പൊ അത് കാരണം ഇതാക്കി. അപ്പൊ ഇത് കേർവ് ചെയ്തെടുക്കാനും ഒരുപാട് പാടുപെട്ടു. ഇത് ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഇതുപോലെ പ്രത്യേകിച്ച് ഞങ്ങൾ തന്നെ എങ്ങനെയും ഒക്കെ ചെയ്തതാണ്, ആരെങ്കിലും ഒക്കെ കൊണ്ട് ഡിസൈൻ ചെയ്യിച്ചിട്ട്. അവരൊന്നും ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതല്ല. ആണല്ലേ. ഇപ്പൊ ഇത് തന്നെ ഇതെന്താ ഇത് ശരിക്കും അക്രിലിക് ആണ്, അതിൻ്റെ അകത്ത് ബബിൾസ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അടിയിൽ നിന്ന് ലൈറ്റ് ഇടാൻ പറ്റും വേണമെന്നുണ്ട്. ഇപ്പം ഇത് തന്നെ ഇപ്പൊ ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ ലൈറ്റേ ഉള്ളൂ അടിയിൽ നിന്ന്. ബട്ട് ആ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുൾ ഒരു നൈറ്റ് ക്ലബ് ലുക്ക് കിട്ടും. ഓ ഈ സെയിം കളർ തന്നെയാണ് അതെ അപ്പുറത്തെ സെയിം. പിന്നെ ഈ രാത്രിയിൽ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇടുമ്പോ എനിക്ക് തോന്നുന്നു വേറെ ഒരു വ്യൂ തന്നെയായിരിക്കും അല്ലെ. പൂളും ഇതുപോലെ സ്റ്റെയർ കേസിന്റെ കളറും എല്ലാം കൂടി വരുമ്പോ ഒരു രസം. വൈകിട്ടൊക്കെ പാർട്ടി വെക്കാൻ ഏറ്റവും നല്ലതാണ്. നല്ല അടിപൊളി ഓപ്ഷൻ ആണ്. അതുപോലെ ഇവിടെ ലിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണല്ലേ ലിഫ്റ്റ്? ലിഫ്റ്റ് ഉണ്ടെണ്ണം. അതെ അത് ഇത്രയും ഹൈറ്റ്, ഇത്രയും വലിയ റൂംസ് ആയതുകൊണ്ട് നമുക്ക് ഹൈറ്റ് ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഓരോ ഫ്ലോറിനും ഏതാണ്ട് 14 ഫീറ്റിനടുത്ത് വരും. ഓക്കെ. ഇതിന്റെ ഇത് കഴിയുമ്പോഴത്തേക്ക് 13 ഫീറ്റ് ഉണ്ട്. അപ്പം അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്പേസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുനിയേണ്ടി തോന്നുന്ന പോലെ തോന്നും. അത് കാരണം പൊക്കം കൂട്ടിയാക്കും. പക്ഷേ ഇടയ്ക്കുള്ള പ്രശ്നം ഇതാണ്, സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ നിന്ന് കലക്കും. അത് കാരണം കൊണ്ട് നമ്മള് ലിഫ്റ്റ് എടുത്തു. അപ്പൊ നമ്മൾ തിരിച്ചു പോകുമ്പോ നമുക്ക് ലിഫ്റ്റിൽ തന്നെ പോവാം. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആക്ച്വലി കാണാൻ പറ്റും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ഓപ്പൺ എയർ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പൊ ഇവിടെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ മുകളിലുണ്ട് ഒരു അടയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ചുറ്റും ഇത് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ചുറ്റും ഒരു 1 മീറ്റർ പൊക്കിയിട്ട് ഞാൻ ഒരു റെയിലിംഗ് ഇട്ടിട്ട് ഒരു ഗ്ലാസിന്റെ സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് വന്ന് അടഞ്ഞോളൂ. അത് പക്ഷെ അടയ്ക്കേണ്ടി വരാറില്ല ഒരുപാടൊന്നും നമുക്ക്. ബിക്കോസ് ഈ ചെടി ഉള്ളതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട മഴ എങ്ങനെ വീണാലും ഈ ചെടിയിൽ വീണിട്ട് നേരെ വന്ന് വെള്ളത്തിൽ വീഴും. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മുകളിലത്തെ ആണ് ഏറ്റവും ചെറിയ ഇത് ദ്വാരം. ഇത് അതിനേക്കാൾ ഇച്ചിരി വലുത്, താഴത്തെ പൂൾ അതിനേക്കാൾ വലുതാണ്. അപ്പം എങ്ങനെ വീണാലും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ മഴ പെയ്താലും അപ്പൊ നമ്മൾ അത്ര ഇമ്പാക്ട് ചെയ്യില്ല. അപ്പൊ താഴെയാണെങ്കിൽ താഴത്ത് വന്നിട്ട് അത് നിറയും. അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഓവർഫ്ലോ ചെയ്ത് വേറൊരു ടാങ്ക് ഉണ്ട്, അതും നിറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് പോകും. ഓ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ മടിയനായതുകൊണ്ട് എല്ലാം നേരത്തെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അല്ല മടിയനാണെങ്കിൽ ഇതൊക്കെ ഒരു ഐഡിയ ആണ്. ഇനി ഞാൻ ഇപ്പോഴും അതാണ് പ്രോസസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഐഡിയ നമുക്ക് ഇപ്പൊ നമ്മൾ അതുണ്ടാക്കി പൂളിന്റെ അതേ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ മഴ പെയ്താലും എല്ലാം പുറത്ത് വീഴും. പുറത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് തുടക്കാൻ നടക്കണം, അത് പണിയാണ്. അപ്പം പണി നേരത്തെ കണ്ടിട്ട് ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്, ഈ ഒരു പ്ലാൻ. പക്ഷെ അതെന്തായാലും ബ്യൂട്ടിഫുള്ളി അത് പോർട്രേ ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അതാണെങ്കിൽ ഇത് കാണാനും ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ താഴെ നോക്കിയാലും മുകളിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കാണാൻ പറ്റും. മഴ പെയ്താലും അതിൽ ഒത്തിരി ഇമ്പാക്ട് ഉണ്ടാവില്ല. ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ എളുപ്പമാണ്, പിടിക്കാനും മെയിൻ്റനൻസും കുറവായിരിക്കും. നമ്മൾ ആലോചിക്കുന്ന പുറത്ത് കണ്ട മാറാൻ പാടില്ല. നമ്മുടെ നാട്ടില് ഇത് കർട്ടൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേലികളിലൊക്കെ വെക്കുന്ന ഒരു സാധനമാണ്. അത് നന്നായിട്ട് കിളിക്കും. ഇത് ഫുൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കിളിപ്പിക്കുകയാണെന്നുണ്ട് ഇവിടെ ഒരു 3 months കൊണ്ട് താഴ്ത്തൊരു എത്തും. 3 months അല്ല, ഒരു 6 months കൊണ്ട് ആ വെള്ളത്തിൽ വന്ന് മുട്ടുന്ന ലെങ്ത്തിൽ കിട്ടും. ഇത് ശരിക്കും നമ്മളിപ്പോ ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല, അത് നമ്മൾ എന്തെങ്കിലും ഇതിന്റെ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ടോ? ഇതിനും ടൈമർ വെച്ചിരിക്കുകയാണ്. രാത്രി മാത്രമേ നനയ്ക്കത്തുള്ളൂ, രാവിലെ നനയ്ക്കില്ല. ബിക്കോസ് മുകളിൽ കൂടെ പൈപ്പ് വരുമ്പോഴത്തേക്ക് അത് ചൂടാകും. വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ചെടിയെല്ലാം പോകും. അത് കാരണം രാത്രി 8 മണിക്ക് നനയ്ക്കാൻ തുടങ്ങത്തുള്ളൂ. 8 മണിക്ക് ഒരു 3 മിനിറ്റ് പമ്പ് ചെയ്യും എല്ലായിടവും. അത് തനിയെ ഓട്ടോമാറ്റിക് മറ്റേ ഇത് ഡ്രിപ്പ് ഫീഡ് പോലെ വെച്ചിരിക്കുകയാണ്, ഒരു ടൈമർ വെച്ചിട്ട്. അപ്പോൾ അത് നേരെ പമ്പ് ചെയ്തോളൂ. പിന്നെ രാത്രി 12 മണി, രാവിലെ ഒരു 6 മണി, ആ 3 പ്രാവശ്യം ഇച്ചിരി വെള്ളം മാത്രം ഒഴിക്കും. അത് മതിയാവും ഇതിന്. ഓക്കെ. അപ്പൊ എല്ലാം ഒരു ടൈമറിലാണ് മെയിൻ്റനൻസ് ഇതും അക്വേറിയത്തിന്റെ ലൈറ്റ് പോലും ടൈമറില്ല. അതിടാനായിട്ട് നമ്മൾ നടക്കണ്ടല്ലോ. അപ്പൊ ഇതിനൊക്കെ ഓരോ ടൈമിംഗ് ആണോ നമ്മൾ പിക്ക് ചെയ്ത് അതിന്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ടൈമേഴ്സിന് എനിക്ക് തോന്നുന്നു ഒരു 1500 രൂപയ്ക്ക് നല്ല ടൈമർ കിട്ടും. അതൊരു 5 കൊല്ലമൊക്കെ ലാസ്റ്റ് ചെയ്യും ഈസി ആയിട്ട്. ഓക്കെ. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് 10-20 ടൈം വേണേലും സെറ്റ് ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. മിക്ക സാധനത്തിലും ഒരു 2-3 സെറ്റ് ചെയ്താൽ മതിയാവും. ആണ് ചേട്ടൻ തന്നെയാണ് ടൈമർ ഇലക്ട്രീഷ്യൻ വന്ന് ഫിക്സ് അല്ല അങ്ങനെയല്ല, നമ്മൾ ടൈമർ സെറ്റ് ചെയ്യുന്നത്.
ഓക്കെ, ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നത് അപ്പൊ ചേട്ടൻ തന്നെയാണ്. അല്ല, ഞാൻ മാത്രമല്ല, അച്ഛനുണ്ട്. അച്ഛനും എഞ്ചിനീയറാണ്, വൈഫും എഞ്ചിനീയറാണ്. പുള്ളിക്കാരി IT എഞ്ചിനീയർ തന്നെ. ആക്ച്വലി ഫാമിലി എങ്ങനെയാണ്? ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്, ലൈക്ക് ഇങ്ങനത്തെ ഇന്നോവേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ? എല്ലാം ഭ്രാന്തന്മാരാ. സത്യമായിട്ട് എല്ലാവർക്കും ഇതുപോലത്തെ കാര്യമൊക്കെ ഇഷ്ടമാണ്. പെറ്റ്സും ഇഷ്ടമാണ്, ഇതും നേച്ചർ ഇഷ്ടമാണ്, ഇതുപോലത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഇഷ്ടമാണ് അല്ലേ? ആദ്യം തന്നെ കാണിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ഏതാണ്? ഞാനാരെ എന്ത് കാണിക്കാൻ, അവരെന്നെ കാണാൻ വരുന്നല്ലേ. അതല്ല ഈശ്വര, ഇത് കട്ട് ചെയ്യണേ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ.